അസ്സലാമലൈക്കും ചങ്കളെ ഇന്നെ സ്നേഹിക്കണ മുത്തുമണികളെ. നമ്മൾ ഇന്ന് രണ്ട് വർത്താനം പറയാം. ചീത്തയൊന്നും അല്ല കേട്ടോ, ആരെ പറ്റി കുറ്റമല്ല, നമ്മളില്ല കാര്യം യഥാർത്ഥം പറയാം. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഒരു മേലെ കൊടക്കാടക്ക് പോയി, മണ്ണാർക്കാട് പോയിട്ട് പാണ്ടിക്കാടാണ് മേലെ കൊടക്കാട് എന്ന് പറഞ്ഞത്. മണ്ണാർക്കാട് എന്ന് പറയാൻ കൊണ്ടുവന്നത് പാണ്ടിക്കാടായി പോയതാ. പാണ്ടിക്കാടത്തെ തങ്ങളെ കുറ്റം മനസ്സിൽ അങ്ങനെയല്ല. പാലക്കാട് മണ്ണാർക്കാട് മേലെ കൊടക്കാട്ടിൽ ആറ്റക്കോയ തങ്ങളെയാണ് പറഞ്ഞു കൊണ്ടുവന്നിരുന്നത്. പക്ഷെ സംഗതി വസാല മറന്നതാണ്. എന്നിട്ട് ആൾക്കാർ പറഞ്ഞോളൂ, അങ്ങനെ പോയിട്ടില്ല നുണ പറയാണ്. ഞാൻ കടുന്ന അധ്വാനം ചെയ്തിട്ട് എന്നെ മക്കളെ തിന്നത്, ഒരാളും ഞാൻ വാങ്ങി തിന്നില്ല, പറ്റി പറഞ്ഞു തിന്നുന്നില്ല. ഞാൻ നല്ല അധ്വാനിച്ച് കാണ്ട് എന്നെ തിന്നുകാണ്ട് ഇത്രയും ദിവസമായിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അധ്വാനം ചെയ്തിട്ട് എന്നെ തിന്നണില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കൊണ്ടുവരിക, തോനെ പറയണ്ട, ചുരുക്കി പറഞ്ഞു കൊണ്ടുവരിക. ചുരുക്കി പറയാൻ ഞാൻ ഇപ്പം പറയാൻ കൊള്ളുന്നത് എത്തിയെന്നോ, ആറ്റക്കോയ തങ്ങൾ തന്നെ നയിക്കോട്ടെ. ഇപ്പം അതിന് കുറ്റം വേണ്ട. ആറ്റക്കോയ തങ്ങളായാലും വേണ്ട, ആറ്റക്കോയാലും വേണ്ടില്ല. ഇപ്പം എല്ലാവർക്കും സലാത്ത് ഫാത്തിഹ ചെല്ലി വർക്കത്തും കറാമത്തും കൊടുത്ത് മൂപ്പർക്ക് എന്തോ ഒരു കുറഞ്ഞൊരു അസുഖം വന്നിക്കണ്. കറാമത്തിൻ്റെ വർക്കത്ത് അയാൾക്ക് കുറച്ചിങ്ങനെ വലിച്ചിൽ തുടങ്ങിക്കണ്. 10-50,000 ആൾക്കാർക്ക് കറാമത്ത് കൊടുത്ത് അതിൻ്റെ വർക്കത്തൊക്കെ കുറേ ഇങ്ങോട്ട് കിട്ടലൊടിക്കണം. അപ്പോൾ അയാൾക്ക് ഇപ്പം എന്തോ ചെറിയൊരു അസുഖം ഉണ്ടായിട്ട് ഡോക്ടറെ എത്തിച്ചെന്നോരോ. അപ്പം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലോ, നിങ്ങൾക്ക് നല്ലോണം എക്സസൈസ് എടുക്കണം, എന്തോ ഒരു ആട്ടെ അതെടുക്കണം, നമുക്ക് തടി വിസർക്കണം എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ആ തടി അത് പോയിട്ട് തടി വിസർക്കണില്ല. അപ്പം അയാൾ പന്ത് കളിച്ചാൻ ഇറങ്ങണം, നല്ലോണം വിയർക്കും എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് മക്കളെ വിയർക്കാതൊക്കെ? ഈ 10-50,000 ആൾക്കാർ എത്തുന്ന വീഡിയോയിലും ചാനലിലും എല്ലാ കൊണ്ടുവരുന്നതും വാങ്ങുന്നതും മുഴുവനും അയാൾ വാങ്ങി വെക്കുകയാണ്. അയാൾ ഓരോരുത്തരെത്തുന്ന 2000 മുഖാരങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നാൽ മതി, ഞാൻ ചോദിച്ചിട്ടില്ല, തന്നാൽ മതി. പക്ഷെ അയാൾ ചോദിച്ചുകൊണ്ടുണ്ട്, വാങ്ങണമുണ്ട്. അത് അയാളെ വ്യക്തമായിട്ടുള്ള അയാളെ കാര്യങ്ങൾ. അത് നമുക്ക് ഇടപെടേണ്ട. അയാൾ അയാൾ വാങ്ങാതെ തിന്നേ, ആൾ എന്തോ നയിച്ചാതെ തിന്നേ ചെയ്തോട്ടെ, അത് അയാളെ കാര്യങ്ങൾ. പക്ഷെ അള്ളാഹിൻ്റെ ബക്കൽ റബ്ബിൻ്റെ ചൂട്ടിൽ ഏത് നബിൻ്റെ പേരക്കുട്ടിയായാലും വേണ്ടില്ല, കുറേ അടുക്കും വാങ്ങുമ്പോൾ കുറച്ചങ്ങനെ കൊടുത്തും കൊണ്ടേ നിൽക്കും. അപ്പോൾ അയാൾ കുറച്ചിങ്ങനെ വാങ്ങണം തുടങ്ങിക്കണേ. പക്ഷേ അയാളെ കറാമത്ത് പറഞ്ഞാൽ സലാത്ത് ഫാത്തിഹ ചെല്ലിപ്പോൾ പിന്നെ ഡോക്ടറെ എത്തിച്ചെന്നപ്പോൾ ഡോക്ടർക്ക് സലാത്ത് ഫാത്തിഹ കിട്ടിൻ്റെ കറാമത്ത് അയാൾക്ക് എക്സസൈസ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പം അതിനും ബേസർക്കിയിട്ട് ആ ഡോക്ടർ അയാൾ അഭിപ്രായം എത്തുന്നു പന്ത് കളിച്ചാൽ. അപ്പം അയാളെ ഡോക്ടർ കറാമത്ത് പന്തളിയാണ്, ആയിക്കോട്ടെ, നമുക്ക് വിരോധമല്ല. പക്ഷെ ഞാൻ എന്താ ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കണമെന്നോ, അയാളെ എത്തിക്ക് ചെന്നിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാക്കും, തരം വിറ്റവർക്ക് തരം വിൽക്കും, ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കും. അങ്ങനെ എല്ലാ കറാമത്തും അയാൾക്ക് ഇല്ല. കറാമത്ത് എന്തുകൊണ്ട് അയാൾക്ക് ഈ പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും അയാൾക്ക് അത് കൊടുത്തത്? അപ്പം ഈ കറാമത്തില്ല മനുഷ്യൻ്റെ മേത്തക്ക് ഒന്നും പറ്റൂലല്ലോ. ജിന്നുകാർക്ക് എല്ലാവർക്കും ജിന്നിൻ്റെ കറാമത്ത് കൊടുക്കും, ജിന്നിൻ്റെ മേത്തക്ക് ആരും കൊടുക്കില്ല. ജിന്ന് തിജ്ജാണ്. അപ്പം ഈ ഉസ്താദ് തിജ്ജല്ലേ, പിന്നെ അയാളെ മേത്തക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറ്റണത്? പിന്നെ അതുമല്ല, നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർക്ക്, നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് നാനാ ജാതികളും മനുഷ്യന്മാരാണ്. പക്ഷെ അയാൾ മാത്രം നബിൻ്റെ പേരക്കുട്ടിയല്ലേ. പൊന്നാനും ജമാണിക്കല്ലാഞ്ച പുഗരിയാളെ ഈ നബിൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമോ? നല്ലോണം അയാളെന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടോളി. ആ തങ്ങൾ ഇറച്ചി മീനൊക്കെ തിന്നിട്ട് നല്ല കോപ്പ് കൂട്ടിട്ട് എങ്ങനെയാ കോപ്പ് കൂടാതെ നിൽക്കാൻ ജമാണിക്കല്ല പുഗരാളെ? കണ്ടോലെ പൈസ വാങ്ങി തിന്നിട്ട് ഇങ്ങനെ ബിരാലിനുണ്ടല്ലോ, നമ്മൾ ചേറാമീൻ കയറ്റിൽ വളർത്തണമാതിരി വെട്ടി മുണിങ്ങി തിന്നല്ലേ. പിന്നെ ഇപ്പം അയാളെ തടിയൊന്നാകാതെ കൂലല്ലോ. ചുരുക്കി പറയട്ടെ, അയാൾ ഉമ്മർക്ക് പോയി. നല്ല തങ്ങളാണ് അയാൾ, നല്ല ആരംഭ പുകായ കറളിൻ്റെ കറളായ തങ്ങളാ നാട്ടുകാർക്ക്. എല്ലാ ഹലാമത്തിൻ്റെ കറാമത്തും അയാളെത്തുണ്ട്. ഈ ഉമ്മർക്ക് പോയിട്ട് എല്ലാ ജനങ്ങളും ഉമ്മർക്ക് പോകുന്നുണ്ട്. നാട് മുഴുവൻ ഉമ്മർക്ക് മക്കത്തേക്കും മദീനത്തേക്കും പോകുന്നുണ്ട്. ആരതേലും നിങ്ങൾ ലൈവിലിട്ട് കൊണ്ടോ ഈ വാട്സാപ്പിൽ നമ്മൾ കണ്ടിക്കണം. അയാൾ ഓരോ സ്ഥലത്ത് മദീനത്ത് ചെല്ലുമ്പോൾ അവിടെ ലൈവ്, മക്കത്ത് ചെല്ലുമ്പോൾ അവിടെ ലൈവ്, പിന്നെ മദീനത്ത് പിന്നെ അജറുൽ അസ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ലൈവ്, പിന്നെ എല്ലാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും അവിടെ ഓരോ ലൈവുകളാണ് അയാൾക്ക്. അപ്പം എന്താ, അയാൾക്ക് പൈസ വേണം എന്നുള്ളൊരൊറ്റ ചിന്തയാണ്. അങ്ങനെ ഒരാൾ ഉമ്മർ നമ്മൾ കൊടുത്തിട്ട് ഉമ്മർക്ക് പോകുമ്പോൾ അത് നമ്മളെ കവർക്കില്ല കാര്യങ്ങളാണ്. അത് നാട്ടിലുള്ള ആൾക്ക് കണ്ട് പൈസ വാങ്ങാനല്ല. അയാൾ അത്ര നല്ലൊരു തങ്ങളാണെങ്കിൽ അങ്ങനെ അയാൾ കാട്ടേണ്ടത്.
പിന്നെ അയാൾ പറഞ്ഞു 100 റുപ്യ കിട്ടുകയാണെന്ന് വെച്ചാൽ 200 റുപ്യ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഈ 100 റുപ്യ വെച്ചാൽ 200 കണ്ട് പൊടിഞ്ഞുണ്ടാകുമോ? കൂമ്പൊടിയും പോലെ 200 കൊടുക്കാൻ, ഈ 100 തിന്നാൽ 100 തന്നെ ഉണ്ടാവുള്ളൂ, 200 ആയി വരൂലല്ലോ. ആൾ പറഞ്ഞു 100 കിട്ടിയാൽ 200 ഞാൻ എത്തിയും കുട്ടികൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ കുട്ടികൾക്ക് കൊടുക്കും എന്നാണ്. അപ്പോൾ ഈ 100 റുപ്യ അയാൾ 200 ആക്കാനായില്ല, കറാമത്ത് അയാൾക്കുണ്ട്. അതാണ് നിൽക്കട്ടെ. ആ 200 കിട്ടുമ്പോൾ 200 ആകാൻ കറാമത്തുണ്ടായിട്ടുള്ള അയാൾ 200 വേറെ ആൾക്ക് കൊടുക്കണത് അന്നങ്ങനെ. രണ്ടാമത് അയാൾ പറഞ്ഞു, ഞാൻ ആർക്ക് പറഞ്ഞാലും അത് അല്ല കൊടുത്തോളൂ, അല്ല കൊടുത്തോളൂ, അല്ല കൊടുത്തോളൂ. ഞാൻ നബിൻ്റെ ചെറിയ പേരക്കുട്ടിയാണ്. നബിൻ്റെ പേരക്കുട്ടിയാൾക്ക് എന്ത് പറഞ്ഞാലും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, നബിൻ്റെ പേരക്കുട്ടിയാൾക്ക് ഒന്നും പറ്റൂല. ഇപ്പം ഈ നബിൻ്റെ പേരക്കുട്ടിയാൾക്ക് എങ്ങനെ പറ്റി പഠിച്ചോനെ? ഇച്ചത് കേട്ടിട്ട് അത്ഭുതം. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അയാൾക്ക് എന്ത് സോക്കട് കൊടുത്തിക്കണേ റബ്ബേ, നീ അയാൾക്ക് മാപ്പാക്കി കൊടുക്ക്, സിഫിയാക്കി കൊടുക്ക് തമ്പുരാനെ. അത്രയിച്ച് വരൾച്ച യാതൊരു ഏറിയ ആളോടില്ല, വെറുപ്പില്ല. അസ്തഗ്ഫിറുല്ലാ അൽഹംദുലില്ലാ, വെറുപ്പില്ല. അയാൾ വാങ്ങിയ പൈസക്ക് അയാൾ അള്ളാഹിനോട് ഇതിനെ പറഞ്ഞോട്ടെ, നമ്മൾക്ക് ആർക്കും പറയണ്ട. 10 റുപ്യ അക്കിൻ്റെ വാങ്ങിക്കണേ, 20 റുപ്യ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അള്ളാഹിൻ്റെ കുരുത്തുണ്ടായിട്ട് അയാൾ അതിനെ പറ്റിനെ പറഞ്ഞോളൂ മക്കളെ, നമുക്ക് അതിനെ പറ്റിനെ പറയണ്ട. അപ്പം എന്താണ് പറഞ്ഞു കൊണ്ടുവന്നോ? ഞാൻ കഴിഞ്ഞ റമളാന് പോയിക്കണ ഓരോരുത്തർ പറഞ്ഞ ചാനലിൽ ചോറ് തിന്ന് ചായ കുടിച്ച് അവിടുന്ന് കഞ്ഞി കുടിച്ച് മറ്റേത് കുടിച്ച് ഞാൻ നോലിമ്പിൻ്റെ മുന്നേന് ഞാനും തുണക്കാരത്തെയും പോയിയത് സാബാൻ്റെ മുന്നേ. അപ്പം നോലിമ്പിനാണ് എനിക്ക് ഫോണ് കിട്ടിയത്. അപ്പോൾ ആ ഫോണ് കിട്ടിയപ്പോൾ നോലിമ്പിനാണ് ഞാൻ ഇടൽ തുടങ്ങിയത്. അപ്പം ഞാൻ അവിടെ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ പോയിനി എന്ന് പറഞ്ഞതാ. പക്ഷെ പാണ്ടിക്കാടത്തെ തങ്ങളിയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് പാലക്കാട് മേലെ കൊടക്കാട് ആറ്റക്കോയ തങ്ങളിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ പോയും ചെയ്തിക്കണം, അയാളെത്തി ഞാൻ കുത്തുന്നും ചെയ്തിട്ടുണ്ട്, കൊടിമരത്തുമ്പോൾ പൈസ ഇട്ടിക്കണ്. അയാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അപ്പുറത്ത് പാലുണ്ട്, ഇപ്പുറത്ത് തേനുണ്ട്, ഇപ്പുറത്ത് വെള്ളമുണ്ട്, എല്ലാത്തിനും പൈസ വേണം. അയാൾ പറഞ്ഞ സത്യാവസ്ഥ ഇതൊരു നൊണയും കളവും പൊരിയട്ടൊന്നും അള്ളാന്റെ റസൂലിന്റെ സത്യം കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് നേരെ ഞാൻ പറയുന്നത് നൊണയല്ല. പിന്നെ ആൾക്കാർ ലൈവ് കൂടെ ഇങ്ങനെ ഓരോന്ന് ചാനലിൽ പറഞ്ഞ അങ്ങനെ ഇങ്ങനെ, അതൊന്നും സത്യാവസ്ഥയിൽ ഇത് സത്യമാണ് ഇതിൻ്റെത്. എനിക്ക് പോയിട്ടൊരു പ്രയോജനം കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കോഴിക്കോട് ഉണ്ടായിരുന്നു കള്ളന്തോട് പറഞ്ഞ സ്ഥലം പോണ വച്ചിട്ട്, ആ കള്ളന്തോടിലെ ഉസ്താദിന് ഭയങ്കര കറാമത്തില്ല ഉസ്താദേനി. അതിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ സോക്കൊണ്ടും സിഫയാക്കി തന്നിക്കണം. അയാൾ 1 റുപ്യ വാങ്ങിയിട്ടില്ല. ആ പൈസ ഞങ്ങൾ അയാളെ മുന്നിലുണ്ട് ഒരു പാത്രം, ആ പാത്രത്തിൽ 50 റുപ്യ 100 റുപ്യ ഇട്ട് ഞങ്ങൾ പോരും. ഞങ്ങളെ കാര്യം സാധിച്ച് തന്നിക്കണേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുക്കണേ. അയാൾക്ക് എന്തെങ്കിലും 10, 15, 500, 100 കജിനത് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇയാൾ ചെല്ലുമ്പോൾ തന്നെ പൈസ അതിൽ ഇങ്ങനെ നല്ലൊരു മൂല്യമാരിങ്ങനെ പറയില്ല. അപ്പോൾ അധ്വാനിച്ച് തിന്നണ മനുഷ്യന്മാർക്ക് ബെസർപ്പ് പൊട്ടണം. ആ മനുഷ്യന്മാർക്ക് അള്ളാനെ പേടിയുള്ളൂ. നബിൻ്റെ പേരക്കുട്ടികൾ. ഞാൻ മദീനത്ത് ചെന്നിട്ട് ഒരു മനുഷ്യന് നബിൻ്റെ പേര്, ഞാനിപ്പോൾ നോൽമിൻ്റെ മുന്നോമ്മർക്ക് പോയി, ഞങ്ങളാരും ലൈവിലിട്ടിട്ട് ഇപ്പം ഇതിൽ മാത്രം പറയാന്നല്ല, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങളവിടെ ലൈവ് ഇടാനും പോയിട്ടില്ല. ഞങ്ങളെ കാര്യം സാധിച്ച് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളവിടെ ഒരുപാട് അറബികളായിട്ട് എനിക്ക് വർത്താനം പറയും. ഞാൻ നല്ലോണം അറബിയിലും പറയും. ഞങ്ങളൊക്കെ അറബിയിൽ വർത്താനം പറയും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നല്ലത്, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞത് പഠിച്ചോനെ ആ പെണ്ണിൻ്റെ ചൊർക്ക് മറ്റത് കാരണം ഈ മാഷാ അല്ലാഹ് എന്ന് പറയുന്നത്. അതിനാണ് ഈ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറയില്ല. അറബികൾ അതാ പറഞ്ഞത്. ഇയാൾ ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇതേ കിട്ടുള്ളൂ. അയാളെ കൊണ്ട് ഒറ്റക്ക് നിങ്ങൾ യാസ് 30 ദിവസം മുസായം ഉള്ള നോദിച്ചാണ്. അയാളെ കൊണ്ട് ഈ സലാത്തുൽ ഫാത്തി എല്ലാ ദിക്റും സലാത്തും ഈ മജ്ലിസുൽ നൂറും ഒക്കെ അയാളെ കൊണ്ട് ചൊല്ലിച്ചാണ്. അയാൾക്ക് എല്ലാ ചൊല്ലാനും മൂല്യന്മാരുണ്ട് അയാളെടുത്ത്. പിന്നെ അയാൾക്ക് എന്ത് കറാമത്താ, പിന്നെ അയാൾക്ക് വല്ല മേജിക്കിൻ്റെ കറാമത്തുണ്ടേക്കും, അല്ലാത്ത കറാമത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പം അവിടെ പോയി എനിക്കൊരു സീപ്പെട്ടില്ല, എൻ്റെ തുണക്കാറ്റ് പോയി കിട്ടിയില്ല, എൻ്റെ വേറെ തുണക്കാറ്റ് പോയി ആൾക്ക് കിട്ടിയില്ല, ഒരുപാട് ആൾക്കാർ പോയി അയാൾക്കൊന്നും സിഫ കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ അയാൾക്ക് സിഫ കിട്ടാതെ അയാളെ വഞ്ചിച്ചാനായിട്ട് ചെന്നതാണ് കയറുന്നത്. ഈ പോയ 5-6 ആൾക്കാർക്ക് ഒപ്പം പോകുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടിയില്ല. ഓരൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ തന്നെയാണ് അല്ല. പക്ഷെ എന്താണോ അതിലെ വിശ്വസിച്ച് നിൽക്കുക, ഇസ്ലാമീനും വിശ്വസിച്ചമാർക്ക് ആൾക്കാർ വിശ്വസിച്ചാൽ അത് തന്നെയാണ്. അല്ലാതെ അയാളത്തെ ഒരു സിബി മണ്ണാൻ കെട്ടിയില്ല. പിന്നെ ആർക്കും എന്തും നമ്മളൊരു തലവേദനൻ്റെ കുളുക കുടിച്ചു നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ദീനം മാറാനായിട്ട് കുടിച്ചു നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ത്വരവേദന കുളി കുടിച്ചാലും മാറുന്നില്ല അതും മാറും. അന്നമാർക്ക് അയാളെടുത്ത് പോയാലും മാറാത്തവരും മാറുന്നവരുണ്ട്. അതിനിപ്പോൾ ഞാൻ കുറ്റം പറയില്ല, മാറുന്നവർക്ക് മാറിക്കോട്ടെ, മാറാത്തവർക്ക് മാറണ്ട. പക്ഷെ അതൊന്നും ഇച്ച് വിസയില്ല. പക്ഷെ നബിൻ്റെ കുട്ടിക്ക് റബ്ബേ ഈ ചാടാൻ പറഞ്ഞിട്ട് ഈ പന്ത് കളിച്ചുകൊണ്ട് ബെസർക്കാൻ പറഞ്ഞ വല്ലാത്തൊരു സങ്കടം തന്നെ കേട്ടോ. റബ്ബേ അതൊന്ന് മാറ്റി കൊടുക്കുക റഹ്മാനാ റബ്ബേ. നബിൻ്റെ കുട്ടി ആയതുകൊണ്ട് മാറ്റി കൊടുക്കുക. ഞങ്ങളെപ്പോഴത്തെ പടുകളാണെങ്കിൽ മാറ്റി തരണ്ട. നബിൻ്റെ കുട്ടിക്ക് മാറ്റി കൊടുക്കുക. ഈ നബിൻ്റെ കുട്ടി ആയതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഈ സോക്കട് വന്നതെന്നാണ്
പറഞ്ഞത്. നബിൻ്റെ മുത്തുമണികളാണ് ഞാൻ, നബിൻ്റെ വേറെ കുട്ടികളാണ് ഞങ്ങൾക്കൊന്നും പറ്റൂല. പിന്നെ മക്കളെ അതൊക്കെ പോട്ടെ, അസ്സലാമു അലൈക്കും. മാണിക്ക കല്യാണെ ഞാനൊരു കണ്ണട എടുത്ത്. അതെന്താണോ, 53 55 വയസ്സിച്ച ഇതിൽ വരെ പ്രേമിച്ചിട്ടില്ല. ഇനി നമുക്ക് പ്രേമത്തിനൊന്നിട്ട് അറിയില്ല, നമ്മൾ കറുത്തിട്ടാണ്. ഇനിയിപ്പോൾ ഈ കണ്ണട വെച്ചതുകൊണ്ടൊന്ന് പ്രേമിച്ചാണെങ്കിൽ ആൾക്കാർ പ്രേമിച്ചട്ടെ. അസ്സലാമു അലൈക്കും.